പാചകവാതക ക്ഷാമത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസ വാർത്ത. ഗ്യാസ് സിലിണ്ടറുകൾ വിപണിയിൽ ആവശ്യത്തിന് എത്തിത്തുടങ്ങി. പ്രതിസന്ധിയിലായിരുന്ന ഹോട്ടലുകളും ചെറുകിട ഭക്ഷണശാലകളും വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നു. വീടുകളിലേക്കുള്ള ഗ്യാസ് വിതരണത്തിന് യാതൊരു തടസ്സവുമില്ല എന്നും ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഉറപ്പു നൽകുകയാണ് അധികൃതർ. രാജ്യത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിതരണം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും എണ്ണ കമ്പനികളും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിസന്ധി മറികടക്കാൻ മാർച്ച് 5 മുതൽ ആഭ്യന്തര LPG ഉത്പാദനം 30% വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ജനങ്ങൾ പരിഭ്രാന്തരായി കൂട്ടത്തോടെ ഗ്യാസ് ബുക്കിംഗ് നടത്തരുത് എന്ന എണ്ണ കമ്പനികൾ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം അനാവശ്യ ബുക്കിങ്ങുകൾ യഥാർത്ഥത്തിൽ ഗ്യാസ് ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കുന്നത് വൈകിപ്പിക്കും. അതേസമയം ഡിമാൻഡ് നിയന്ത്രിക്കുന്നതിനായി ഗ്യാസ് ബുക്കിങ്ങുകൾക്കിടയിലുള്ള സമയപരിധി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ ഇനി 45 ദിവസത്തിന് ശേഷവും നഗരങ്ങളിൽ 25 ദിവസത്തിന് ശേഷവും മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാനാകൂ. ഇതിനു പുറമെ പൈപ്പ് ലൈൻ വഴി പാചകവാതകം ലഭിക്കുന്ന വീടുകൾക്ക് സബ്സിഡിയുള്ള LPG സിലിണ്ടറുകൾ നൽകുന്നത് നിർത്തിവെച്ചുകൊണ്ട് സർക്കാർ പുതിയ ഉത്തരവിറക്കിയിട്ടുണ്ട്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ രാജ്യവ്യാപകമായി കർശന പരിശോധനകളാണ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലെ ബീഡിൽ അനധികൃതമായി സൂക്ഷിച്ച നിരവധി സിലിണ്ടറുകൾ പോലീസ് പിടിച്ചെടുത്തു. ലോകത്തെ പ്രധാന ഊർജ്ജ വിതരണ പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത്. ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 60% ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ ഭൂരിഭാഗവും വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ്, ഹോർമൂസിൽ നിന്നുമാണ്. ഇറക്കുമതി വൈകിയത് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തെ സാരമായി ബാധിക്കുകയും ഡൽഹി, മുംബൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലെ ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തത്. കാരണം കൊമേഴ്ഷ്യൽ സിലിണ്ടറുകളാണല്ലോ ആദ്യമേ നിർത്തിവെച്ചത്. എന്നാൽ ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് വലിയ തോതിൽ അയവ് വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ LPGയുമായി വന്ന 2 ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകി. ബാക്കി 26 കപ്പലുകൾക്കും അനുമതി നൽകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതോടെ സാധാരണഗതിയിലായി LPG വിതരണം രാജ്യത്ത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം 29 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പുനരാരംഭിച്ചിട്ടുണ്ട്. ഹോട്ടലുകളുടെ പ്രവർത്തനം പടിപടിയായി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. പ്രമുഖ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളും അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ നമ്മുടെ ഇന്ധന വിതരണത്തിൽ ഒരു ചെറിയ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയം തന്നെയാണ്. കൂടാതെ രാജ്യത്തിന്റെ 70% ഇറക്കുമതിയും ഹോർമൂസ് ഇതര പാതകളിലൂടെ 40 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വൈവിധ്യവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് യുദ്ധം മുന്നിൽ കണ്ട് 1.5 മാസം മുൻപ് തന്നെ എടുത്ത ഒരു നടപടിയായിരുന്നു. ആഭ്യന്തര ഉൽപാദനം കൂട്ടിയും നയതന്ത്ര ഇടപെടലുകൾ നടത്തിയും എണ്ണയുടെ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിച്ചും ഗ്യാസ് വിതരണം സാധാരണ നിലയിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും ഭയപ്പെടേണ്ടതില്ല. അനാവശ്യമായി ഗ്യാസ് ബുക്ക് ചെയ്ത് കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.